എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഈ വീഡിയോ വഴി കാണാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള ഫോൺ ഉപയോഗിച്ച് എങ്ങനെ കുട്ടികൾക്ക് കഥ പറഞ്ഞുകൊടുക്കാമെന്നും അതുപോലെ തന്നെ അവരുടെ സംസാരശേഷി എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതാണ്. ഇന്ന് നാം കാണാൻ പോകുന്നത് ഗൂഗിളിന്റെ ജെമിനി AI ആപ്പ് ഉപയോഗിച്ച് എങ്ങനെ കുട്ടികൾക്ക് കഥ പറഞ്ഞുകൊടുക്കാം എന്നതാണ്. ജെമിനി AI ഉപയോഗിച്ച് ഒരു കുട്ടിക്ക് മുത്തശ്ശി കഥ പറയുന്ന രസകരമായ ഒരു വിഷ്വൽ കാണിക്കാം. ഹലോ, എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുക? എൻ്റെ മകൻ ഇഷാൻ 2 വയസ്സാണ്. ഇഷാന് വേണ്ടി ഒരു കഥ പറഞ്ഞു കൊടുക്കുമോ? തീർച്ചയായും. ഇഷാൻ, കേൾക്കാൻ തയ്യാറാണോ? ഒരു മാന്ത്രിക കാടിനെ കുറിച്ച് പറഞ്ഞുതരാം. ആ കാട്ടിൽ മരങ്ങൾക്ക് നടക്കാനും സംസാരിക്കാനും കഴിയും. പൂക്കൾക്ക് എല്ലാ നിറങ്ങളുമുണ്ട്. മഴവില്ലിന്റെ എല്ലാ നിറങ്ങളെക്കാളും മനോഹരം. കാട്ടിലൂടെ ഒഴുകുന്ന നദിക്ക് പാലിന്റെ നിറമാണ്. ഈ കാട്ടിൽ ഒരു ചെറിയ കുട്ടി താമസിക്കുന്നു. അവന്റെ പേര് ഇഷാൻ. അവൻ കാട്ടിലെ എല്ലാ ജീവികളുമായും സുഹൃത്തുക്കളാണ്. അവർ ഒരുമിച്ച് കളിക്കുകയും പാടുകയും ചെയ്യുന്നു. രാത്രിയിൽ അവർ ചന്ദ്രനെ നോക്കി കഥകൾ പറയുന്നു. ഇഷാനും അവന്റെ കാട്ടുസുഹൃത്തുക്കളും എന്നേക്കും സന്തോഷത്തോടെ ജീവിക്കുന്നു. ഒരാമയും മുയലും ഓട്ടമത്സരം നടത്തിയ കഥ പറഞ്ഞു വരാമോ? കേട്ടോ ഇഷാനെ, ഒരു വലിയ ഓട്ടമത്സരത്തിന്റെ കഥ പറയാം. കാട്ടിൽ ഒരു വലിയ മുയലുണ്ടായിരുന്നു. അവൻ വളരെ വേഗത്തിൽ ഓടാൻ കഴിവുള്ളവനായിരുന്നു. ഒരു ദിവസം അവൻ ഒരു ചെറിയ ആമയെ കണ്ടു. ആമ വളരെ സാവധാനത്തിൽ നീങ്ങി. മുയൽ ആമയെ പരിഹസിച്ചു. നീ എത്ര സാവധാനത്തിലാണ് നീങ്ങുന്നത്? എന്റെ കൂടെ ഓട്ടമത്സരം നടത്താൻ താല്പര്യമുണ്ടോ? മുയലിനെ പരിഹസിക്കുന്നതിൽ ആമയ്ക്ക് രസമുണ്ടായിരുന്നു. തീർച്ചയായും, അവൾ പറഞ്ഞു. എപ്പോൾ വേണമെങ്കിലും തയ്യാറാണ്. മുയലും ആമയും ഓടേണ്ട പാതയുടെ തുടക്കത്തിൽ നിന്നു. 1, 2, 3 പോ! എല്ലാ മൃഗങ്ങളും നിലവിളിച്ചു. മുയൽ വളരെ വേഗത്തിൽ ഓടിപ്പോയി. അവൻ വളരെ വേഗത്തിലാണ് ഓടിയത്. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആമയെ കാണാനായില്ല. മുയൽ ആത്മവിശ്വാസത്തോടെ പാതയുടെ മധ്യത്തിൽ നിർത്തി. ഞാൻ അവളെ വളരെ പിന്നിലാക്കി, അവൻ ചിന്തിച്ചു. അവൻ വളരെ ക്ഷീണിച്ചിരുന്നു. അതിനാൽ അവൻ മരത്തിന്റെ തണലിൽ കിടന്ന് ഉറങ്ങാൻ തീരുമാനിച്ചു. ആമ പതുക്കെ പതുക്കെ നീങ്ങിക്കൊണ്ടിരുന്നു. അവൾ ഒരിക്കലും നിർത്തിയില്ല. അവൾ വളരെ സാവധാനത്തിലായിരുന്നു. പക്ഷേ അവൾ ഒരിക്കലും നിർത്തിയില്ല. അവസാനം അവൾ മുയലിനെ കണ്ടെത്തി. അവൻ ഉറങ്ങുകയായിരുന്നു. ആമ മുയലിനെ കടന്നുപോയി പാതയുടെ അവസാനം എത്തി. അപ്പോഴാണ് മുയൽ ഉണർന്നത്. അവൻ ഓട്ടി, പക്ഷെ ആമ ഇതിനകം അവസാനം എത്തിയിരുന്നു. എല്ലാ മൃഗങ്ങളും ആമയെ അഭിനന്ദിച്ചു. മുയൽക്ക് നാണക്കേടായിരുന്നു. അന്നു മുതൽ മുയൽ ആരെയും പരിഹസിക്കുന്നത് നിർത്തി. ഓക്കെ, ഇനിയൊരു സത്യസന്ധതയുടെ ഒരു ഗുണപാഠ കഥ പറയൂ. ഇഷാനെ, ഒരു സത്യസന്ധനായ കുട്ടിയും ഒരു കള്ളനായ കുട്ടിയും താമസിച്ചിരുന്ന ഒരു ഗ്രാമത്തെക്കുറിച്ച് പറയാം. സത്യസന്ധനായ കുട്ടിയുടെ പേര് ആദിയും കള്ളന്റെ പേര് അരുണും ആയിരുന്നു. ഒരു ദിവസം അരുൺ ഒരു വലിയ പഴുതുള്ള പാത്രത്തിൽ നിന്ന് പണം മോഷ്ടിച്ചു. അവൻ അത് ആഘോഷിക്കാൻ പുറപ്പെട്ടു. അതേസമയം ആദി വഴിയിൽ പണം കണ്ടെത്തി. അത് ആരുടേതാണെന്ന് ആദിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അത് തിരികെ നൽകാൻ തീരുമാനിച്ചു. അവൻ പോലീസിനെ കണ്ടെത്തി പണം കൈമാറി. പോലീസ് പണം മോഷ്ടിച്ചത് അരുണാണെന്ന് കണ്ടെത്തി. അരുണിന് ശിക്ഷ ലഭിച്ചു. ആദിയെ എല്ലാവരും അഭിനന്ദിച്ചു. സത്യസന്ധത എത്ര പ്രധാനമാണെന്ന് ആദി മനസ്സിലാക്കി. അരുൺ തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞു. അവൻ സത്യസന്ധനാകാൻ തീരുമാനിച്ചു. ഹലോ മുത്തശ്ശി, A, I, E, E എന്നുള്ള മലയാളം ആൽഫബറ്റ്സ് പഠിപ്പിക്കൂ. മലയാളം അക്ഷരമാല പഠിക്കാൻ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ അക്ഷരം അ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം.